ഹലോ പ്രമിക്സ്. അങ്ങനെ ആദ്യ 5 മത്സരങ്ങൾക്ക് ശേഷം 6ാം മത്സരം വിജയിച്ച് മുംബൈ ഇന്ത്യൻസ് വീണ്ടും IPLലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. ഇപ്രാവശ്യം 5 മത്സരങ്ങളിൽ ഒരു ജയം മാത്രം ഉണ്ട് എന്നൊരു പ്രശ്നം മാത്രമുള്ളൂ. സാധാരണ 5 കളി പൊട്ടിയിട്ടാണല്ലോ മുംബൈയുടെ ഒരു തിരിച്ചു വരവ്. പക്ഷേ ഇപ്രാവശ്യം ആദ്യ മത്സരം വിജയിക്കാനുണ്ടായത് അത് KKRന്റെ ഒപ്പം ആയതുകൊണ്ട് മാത്രം അങ്ങനെ സംഭവിച്ചു പോയതാണ്. ഇന്നലെ അഹമ്മദാബാദിൽ ഗുജറാത്തിനെതിരെ 99 റൺസിനായിരുന്നു മുംബൈ ഇന്ത്യൻസിൻ്റെ വിജയം. ഗുജറാത്തിനെതിരെ അഹമ്മദാബാദിൽ മുംബൈ ഇന്ത്യൻസ് ആദ്യമായിട്ടാണ് ജയിക്കുന്നത്. അങ്ങനെ പോയിന്റ് ടേബിളിൽ അവസാന സ്ഥാനത്ത് കിടക്കുന്ന മുംബൈ 3 സ്ഥാനം മെച്ചപ്പെടുത്തി 7ാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് 4 പോയിന്റുമായിട്ട്. അപ്പോൾ മുംബൈയുടെ ഒരു കംബാക്ക് മത്സരമായിരുന്നു ഇന്നലെ ഗുജറാത്തിനെതിരെ നടന്നത്. എടുത്തു പറയേണ്ടത് നമ്മുടെ തിലക് വർമ്മയുടെ ഒരു കിടിലൻ ഇന്നിങ്സും പിന്നെ അശ്വിനി കുമാറിൻ്റെ ഒരു കിടിലൻ ബോളിംഗ് പ്രകടനം. അപ്പോൾ ഇന്നലെ നടന്ന MI vs GT മത്സരത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾക്ക് വരാൻ മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മത്സരത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യും. ടോസ് നേടിയ GT ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ മുംബൈയെ ബാറ്റിങ്ങിന് അയക്കുകയായിരുന്നു. മുംബൈക്ക് വേണ്ടി ബാറ്റിംഗ് ഓപ്പൺ ചെയ്ത് റയാൻ ലിക്കണ്ണായിരുന്നു സാധാരണ ഓപ്പൺ ചെയ്യുന്നത്. പക്ഷേ ഇപ്രാവശ്യം ഡാനിഷ് മെൽവർ എന്നൊരു പുതിയ ആദ്യമായി IPL ഇറങ്ങിയിരുന്നു. ഡാനിഷ് മെൽവറായിരുന്നു ക്വിൻ്റൺ ഡിക്കോടൊപ്പം ബാറ്റിംഗ് ഓപ്പൺ ചെയ്തത്. പിന്നെ കഴിഞ്ഞ മത്സരം ഉണ്ടായിരുന്ന ദീപക് ചഹാറും ഷാർദുൽ താക്കൂറൊന്നും ഈ മത്സരത്തിനുണ്ടായില്ല. രോഹിത് ശർമ്മ കളിച്ചില്ല. അങ്ങനെ കുറച്ചൊക്കെ മാറ്റങ്ങൾ വരുത്തിയാണ് മുംബൈ ഇന്ത്യൻസ് ഇന്നലെ ഗുജറാത്തിനെതിരെ ഇറങ്ങിയത്. ഈ മാറ്റങ്ങളൊക്കെ നന്നായി എന്ന് എനിക്ക് തോന്നി. അത് നന്നാവുകയും ചെയ്തു. പ്രത്യേകിച്ച് ദീപക് ചഹാറിൻ്റെയും ഷാർദുൽ താക്കൂറിൻ്റെയും കാര്യത്തിലെടുത്ത തീരുമാനം വളരെ നന്നായി എന്ന് തോന്നി. കാരണം എന്നാൽ അടിമുടി മാറിയിറങ്ങിയ മുംബൈയുടെ തുടക്കം അത്ര മെച്ചപ്പെട്ടതായിരുന്നില്ല. പവർ പ്ലേ തന്നെ ക്വിൻ്റൺ ഡിക്കോക്കിനെയും അതുപോലെ തന്നെ അരങ്ങേറ്റ മത്സരം കളിക്കുന്ന ഡാനിഷ് മെൽവറിനെയും സൂര്യകുമാർ യാദവിനെയും മടക്കിയച്ച് കാഗിസോ റബാഡ ഗുജറാത്തിൻ്റെ ഒരു ഗംഭീര തുടക്കം സമ്മാനിക്കുകയായിരുന്നു. അതുപോലെ തന്നെ പവർ പ്ലേയിൽ തന്നെ മുംബൈക്കൊരു ബാറ്റിംഗ് തകർച്ച നേരിടേണ്ടത്. എന്നാൽ 4ാം വിക്കറ്റിൽ ഒത്തുചേർന്ന നെമൻഗിറും തിലക് വർമ്മയും ചേർന്ന് പവർ പ്ലേയിലെ ഈ തകർച്ചയിൽ നിന്നും മുംബൈയെ കരകയറ്റുകയായിരുന്നു. 52 റൺസാണ് ഇരുവരും കൂടി 4ാം വിക്കറ്റിൽ കൂട്ടിച്ചേർത്തത് മുംബൈയെ ആ ഒരു ബാറ്റിംഗ് തകർച്ചയിൽ നിന്ന് രക്ഷപ്പെടുത്തിയെന്നാണ് പറയാം. എന്നാൽ 13ാം ഓവർ എറിഞ്ഞ പ്രസിദ്ധ് കൃഷ്ണ നമാന്തറിനെ പുറത്താക്കി ഗുജറാത്തിന് വീണ്ടും ഒരു ബ്രേക്ക് ത്രൂ നൽകുകയായിരുന്നു. നമാന്തർ ഇന്നലെ 32 പന്തിൽ 6 4 1 6 ഉൾപ്പെടെ 45 റൺസാണ് മുംബൈക്ക് വേണ്ടി അടിച്ചത്. അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്ത ഒരു ഇന്നിങ്സ് തന്നെയായിരുന്നു നമാന്തറിൻ്റെ ഭാഗത്ത് നിന്ന് ഇന്നലെ കണ്ടത്. പിന്നീടാണ് തിലക് വർമ്മയുടെ ഒരു വെട്ടിക്കെട്ട് തീപ്പൊരി ഇന്നിങ്സ് നമ്മൾ കാണുന്നത്. ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയെ കൂടി പിടിച്ച് കിഡിലൻ ഇന്നിങ്സാണ് മുംബൈക്ക് വേണ്ടി തിലക് വർമ്മ ഇന്നലെ തകർത്തടിയതെന്നാണ് പറയാൻ. തിലക് വർമ്മയുടെ തുടക്കം പതിയെയായിരുന്നു. അതായത് പ്രത്യേകിച്ച് അങ്ങനെ ഒരു സാഹചര്യമായിരുന്നു. വിക്കറ്റുകൾ പതുക്കെ ഇങ്ങനെ പോയിട്ടുണ്ട്. ആദ്യം ഒരു പവർ പ്ലേയിലെ ബാറ്റിംഗ് തകർച്ചയിൽ നിന്നും ഒരു കരകയറ്റുന്നത് തൻ്റെ ഉത്തരവാദിത്തമാണെന്ന് അറിഞ്ഞുള്ളൊരു സെൻസിബിൾ ഇന്നിങ്സ് ആയിരുന്നു തുടക്കത്തിലെ തിലക് വർമ്മയുടേത്. പിന്നീട് ഹാർദിക് പാണ്ഡ്യയെ കൂട്ടുപിടിച്ചാണ് വെട്ടിക്കെട്ട് പ്രകടനം മുംബൈ ഒരു മികച്ച സ്കോറിലെത്തിക്കുക എന്നാണ് പറയാം. ആദ്യ 23 ബോളിൽ തിലക് വർമ്മ നേടിയത് 25 റൺസ്. പിന്നീടുള്ള 22 ബോളിൽ നേടിയത് 76 റൺസ്. ഹാർദിക് പാണ്ഡ്യയെ കൂട്ടുപിടിച്ച് 5ാം വിക്കറ്റിൽ ഇരുവരും കൂടി നേടിയത് 81 റൺസ്. ഇതിൽ തിലക് വർമ്മയുടെ സംഭാവന 64 റൺസും ഹാർദിക് പാണ്ഡ്യയുടെ 15 റൺസും. അങ്ങനെ മുംബൈ 199-5 എന്ന നിലയിൽ ഇന്നിങ്സ് അവസാനിക്കുകയായിരുന്നു. അങ്ങനെ അവസാന ബോളിൽ 4 അടിച്ച് IPL തൻ്റെ ആദ്യ സെഞ്ചുറി ഇന്നലെ തിലക് വർമ്മ മുംബൈക്ക് വേണ്ടി കൊടുക്കുകയായിരുന്നു. 45 ബോളിലായിരുന്നു ആ ഒരു കിടിലൻ സെഞ്ചുറി. ഇതിനു മുമ്പ് മുംബൈക്ക് വേണ്ടി സനത് ജയ്സ്വാൾ ഇതുപോലെ 45 ബോളിൽ സെഞ്ചുറി നേടിയിട്ടുണ്ട്. അതിനുശേഷം തിലക് വർമ്മയുടെ ഒരു 45-45 ബോൾ ഫാസ്റ്റസ്റ്റ് സെഞ്ചുറി ഫോർ മുംബൈ. ഇന്നലെ 18ാം ഓവർ എറിയുമെന്ന അശോക് ശർമ്മ ശരിക്കും തിലക് വർമ്മയുടെ ബാറ്റിങ്ങിൻ്റെ ചൂട് അറിഞ്ഞെന്ന് വേണമെങ്കിൽ പറയാം. ആ ഓവറിൽ 3 6ഉം 2 4ഉം ഉൾപ്പെടെ 26 റൺസാണ് തിലക് വർമ്മ അശോക് കുമാറിനെതിരെ ആ ഓവറിൽ നേടിയത്. അങ്ങനെ മുംബൈയുടെ 199 എന്ന സ്കോർ ചേസ് ചെയ്യാൻ വന്ന ഗുജറാത്ത് ബാറ്റിങ്ങിനെതിരെ ആദ്യം ബോൾ എറിയാമെന്നത് കഴിഞ്ഞ 5 മത്സരങ്ങളിലും വിക്കറ്റൊന്നും നേടാൻ സാധിക്കാതെ വന്ന ജാസ്പ്രീത് ബുംറയായിരുന്നു. ആദ്യ ബോളിൽ തന്നെ സായ് സുദർശനെ പുറത്താക്കി ജാസ്പ്രീത് ബുംറ വിക്കറ്റ് വരൾച്ച അവസാനിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. സായ് സുദർശനെ പുറത്താക്കി മുംബൈക്ക് ഒരു മികച്ച തുടക്കം സമ്മാനിക്കുകയായിരുന്നു ജാസ്പ്രീത് ബുംറ. പിന്നീട് 1 ഡൗണായി വന്ന ജോസ് ബട്ട്ലറെ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ LBW ആക്കിയെങ്കിലും പിന്നീട് വന്ന വാഷിംഗ്ടൺ സുന്ദർ വന്ന് ഹാർദിക് പാണ്ഡ്യയെ അടിച്ച് ബൗണ്ടറി എടുത്തായിരുന്നു വേണമെങ്കിൽ പറയാം. 18 റൺസാണ് ആ ഓവറിൽ ഹാർദിക് പാണ്ഡ്യക്കെതിരെ വാഷിംഗ്ടൺ സുന്ദർ നേടിയത്. എന്നാൽ 3ാം വിക്കറ്റിൽ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും വാഷിംഗ്ടൺ സുന്ദറും ചേർന്ന് 35 റൺസിൻ്റെ പാർട്ട്ണർഷിപ്പ് ഗുജറാത്തിനെ ആ ഒരു ബാറ്റിംഗ് തകർച്ചയിൽ നിന്ന് കരകയറ്റിയെങ്കിലും
ക്യാപ്റ്റനെ പുറത്താക്കി അശ്വിനി കുമാറും അതുപോലെ തന്നെ വാഷിംഗ്ടൺ സുന്ദറിനെ പുറത്താക്കി മിച്ചൽ സാന്റനറും മുംബൈയെ വീണ്ടും മത്സരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയായിരുന്നു. പിന്നീട് വന്ന പവർ ഹിറ്ററായ ക്ലെൻ ഫിലിപ്സിനെയും ആ ഓവറിൽ തന്നെ മിച്ചൽ സാന്റനർ പുറത്താക്കിയിട്ടോടി 55-5 എന്ന നിലയിലേക്ക് ഗുജറാത്ത് ബാറ്റിംഗ് കടന്നു വീഴുകയായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നീട് ഗുജറാത്ത് ബാറ്റിംഗ് നിലയിൽ ആർക്കും തന്നെ ഒരു മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സാധിക്കാത്തതോടുകൂടി ഗുജറാത്ത് 100 എന്നൊരു ടോട്ടലിൽ കളി അവസാനിപ്പിക്കുകയാണ്. വെറും 15.5 ഓവറിൽ 100 റൺസിന് ഗുജറാത്ത് ഓൾ ഔട്ട് ആകുകയായിരുന്നു. അങ്ങനെ മുംബൈക്ക് 99 റൺസിൻ്റെ ആധികാരിക ജയം. മുംബൈക്ക് വേണ്ടി ഇന്നലെ ഇതിൽ ബോളിംഗ് പ്രവർത്തനം കാഴ്ചവെച്ചത് അശ്വിനി കുമാറാണ്. ഈ സീസണിൽ ആദ്യമായി മുംബൈക്ക് വേണ്ടി മത്സരം കളിച്ച അശ്വിനി കുമാർ 4 ഓവറിൽ ഇവിടെ 24 റൺസ് മാത്രം ഇട്ടുകഴിഞ്ഞ് 4 വിക്കറ്റാണ് മുംബൈക്ക് വേണ്ടി നേടിയത്. അതുപോലെ തന്നെ ജസ്പ്രീത് ബുംറ ഇന്നലെ 3 ഓവറിൽ ഒരു 15 റൺസ് മാത്രം ഇട്ടുകഴിഞ്ഞ് 1 വിക്കറ്റ് നേടുകയും ചെയ്തു. പിന്നെ മിച്ചൽ സാന്റനറും AM ഗസൻഫറും 2 വിക്കറ്റ് വീതം നേടി മുംബൈയുടെ ആ ഒരു വിജയത്തിൽ നിർണായക പങ്കുവയ്ക്കുകയായിരുന്നു. അങ്ങനെ അടിമുടി മാറിയ മുംബൈ ഇന്നലെ വീണ്ടും ഒരു വിജയ വഴിയിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. പോയിന്റ് ടേബിളിൽ CSKയും അതുപോലെ തന്നെ ലക്നൌവിനൊക്കെ മറികടന്ന് 7ാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. ഇനി അടുത്ത മത്സരം മുംബൈയുടെ വരുന്നത് CSK ആയിട്ടാണ്. അതൊരു എൽ ക്ലാസിക്കോ എന്ന് വേണമെങ്കിൽ പറയും. കാരണം എൽ ക്ലാസിക്കോ എന്നാണ് ഈ മുംബൈ CSK മാച്ചിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഒരു എൽ ക്ലാസിക്കോ മത്സരം വ്യാഴാഴ്ചയാണ് മുംബൈ ചെന്നൈ മത്സരം. അപ്പോൾ മുംബൈ ചെന്നൈ മത്സരത്തിന് വിശേഷമായിട്ടുണ്ട് കാണാം. അതുവരെയും ബൈ.